നമസ്കാരം. ഈ കോൺക്രീറ്റ് കാണുന്നത് കഴിഞ്ഞ ആഴ്ച വരെ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തകർ, അതിലെ തൊഴിലാളികൾ ഇവിടെ വൃക്ഷത്തൈകൾ നട്ടിരുന്ന സ്ഥലമാണ്. എന്നിട്ട് അവർ ദിവസവും രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. രാവിലെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന അവർ അങ്ങോട്ട് പോയ നിമിഷം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വർക്കെന്ന് പറഞ്ഞിട്ട് അതെല്ലാം തോണ്ടി വാരി കളഞ്ഞിട്ട് ഇപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ BJP പ്രവർത്തകർ വന്ന് പറഞ്ഞതാണ്, ഇവിടെ വൃക്ഷത്തൈ നട്ടിരുന്നതാണ്, അപ്പോൾ നിങ്ങൾ ആ ചെടി നടാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി കോൺക്രീറ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ അവരത് മുഖവിലേക്ക് എടുക്കാതെ അവർ വർക്ക് ചെയ്തു പോവുകയാണ് ചെയ്തത്. നോക്കിയേ, ഇവിടെ ഒന്നും തന്നെ അവരൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ തൊഴിലുറപ്പ് വഴി ലക്ഷങ്ങൾ ചിലവഴിച്ചതിന് ശേഷം അതൊക്കെ വെറും കാറ്റി പറത്തിക്കൊണ്ടാണ് അവർ വീണ്ടും വികസനത്തിൻ്റെ പേരിൽ ഇവിടെ കോൺക്രീറ്റ് ഇടുന്നത്. കോൺക്രീറ്റ് ഇവിടെ റോഡിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ പൈസയാണ് അവർ, എന്നാൽ ഈ പദ്ധതി ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഒരു ദിവസം ഒരു വികസനം, പിറ്റേ ദിവസം വേറൊരു വികസനം. അപ്പോൾ ഇത് ദീർഘവീക്ഷണമില്ലാത്ത ഇത്തരം നടപടികൾ, അതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾ BJP പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകാരം ഈ ഏകദേശം ഈ സ്ഥലമൊക്കെ എത്തിയതിന് ശേഷം വൃക്ഷത്തൈ നടാമെന്നുള്ളത് കോൺട്രാക്ടർ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ BJP പ്രവർത്തകരെന്ന് തടഞ്ഞപ്പോഴാണ് ഏകദേശം ഈ ഭാഗം തൊട്ട് വൃക്ഷത്തൈ നട്ട് തുടങ്ങിയത്, വൃക്ഷത്തൈ നടാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ട് തുടങ്ങിയത്. നോക്കിയതാ, ഈ ഒരു വട്ടമാണ് ഇട്ടത്. എന്നിരുന്നാലും നമ്മുടെ പ്രതിഷേധ പ്രകാരമാണ് ഈ ചെറിയൊരു വട്ടം എങ്കിലും അവർ ഇടാൻ തയ്യാറായത്. കാരണം അവരുടെ വർക്കിൽ ഇതൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസനം. അപ്പോൾ ഇതുവരെ ഇലക്ഷൻ ആകുന്നത് വരെ ഈ പണിയൊന്നും ഇല്ലായിരുന്നു. ഇലക്ഷൻ വന്നപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയത്, റോഡിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. നമുക്ക് റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ, കട്ടറൊക്കെ വീഴുന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ദൂരെ ഈ കോൺക്രീറ്റ് ഉള്ളൂ, അത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇല്ല. അവിടെ ചെടികളുണ്ട്, അത് ആ ചെടികളിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവർ ഇതുപോലെ വന്ന് അതും തോണ്ടി വാരി അവർ ഇതുപോലെ കോൺക്രീറ്റ് ഇടും. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും അതിൻ്റെ പ്രതിഷേധം അറിയിക്കേണ്ടത് തന്നെയാണ്. എന്നിരുന്നാലും ആ ബക്കറ്റ് ഇരിക്കുന്ന സ്ഥലമെല്ലാം ചെടി നടാനുള്ള ഗ്യാപ്പ് ഇടാനുള്ള നടപടിയാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇത് മനസ്സിലാക്കണം, ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കണം. ഇത്തരം കപടമായ വികസന പദ്ധതികൾക്കെതിരെ ഒരു സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദം ഉയർത്തണം. ഇവിടെ രണ്ട് സൈഡിലും പൂതം കൂടും ഒരു ഇതുവരെ എങ്ങനെ രണ്ട് സൈഡിലും